നീ സഹകരിക്കുന്നില്ല. കൊല്ലത്ത് മോഷണക്കേസിൽ പിടികൂടാനെത്തിയ പോലീസുകാർക്ക് നേരെ പ്രതിയുടെ അക്രമം. കൊട്ടിയം പോലീസ് സ്റ്റേഷനിലെ SI സോമരാജ്, കോൺസ്റ്റബിൾ സന്തോഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഉമയനല്ലൂർ സ്വദേശി ഗോകുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൈലാപ്പൂർ സ്വദേശി സെയ്തലിയുടെ 1.5 പവന്റെ സ്വർണ്ണമാലയും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടതായി കൊട്ടിയം പോലീസിൽ പരാതി ലഭിച്ചു. തുടർന്ന് പോലീസ് മൊബൈലിന്റെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചതിലൂടെ മൊബൈൽ കുറ്റിച്ചിറ ഭാഗത്തുണ്ടെന്ന് മനസ്സിലാക്കി. ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി പ്രതി ഗോകുലിനെ കസ്റ്റഡിയിലെടുത്ത് കയ്യാമം വെച്ചു. എന്നാൽ കയ്യിലെ വിലങ്ങ് ഉപയോഗിച്ച് ഗോകുൽ SI സോമരാജിന്റെയും കോൺസ്റ്റബിൾ സന്തോഷിന്റെയും തലയ്ക്കും ശരീരത്തും ഇടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. മൈലാപ്പൂര് ഭാഗത്തുനിന്ന് ഒരു മാലയും മൊബൈലും പോയെന്നും പറഞ്ഞൊരു പരാതി വന്നു. ആ പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയതാണ്. അപ്പോൾ ലൊക്കേഷൻ എടുത്തപ്പോൾ അത് ലൈവുണ്ട്. അപ്പോൾ സ്വിച്ച് ഓഫ് ആവുന്നതിൻ്റെ സ്ഥലത്ത് പോയതാണ്. സ്ഥലത്ത് പോയി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വന്നു. പരാതിക്കാർ രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഇവരെ നമ്മൾ കീഴടക്കാൻ 3 പേര് ശ്രമിച്ചിട്ട് നടന്നില്ല. അപ്പോൾ നമ്മളെ ഹാൻഡ് ഗ്രൂപ്പ് അവരുടെ കയ്യിൽ അകപ്പെട്ടു പോയി. അപ്പോൾ അത് വെച്ച് ഇടിച്ചതാണ്. പിന്നീട് കൂടുതൽ പാർട്ടി എത്തിയാണ് അല്ല കീഴടക്കി ശ്രമിച്ചത്. പോലീസ് ബലപ്രയോഗത്തിലൂടെയാണ് പ്രതി ഗോകുലിനെ കീഴടക്കി സ്റ്റേഷനിൽ എത്തിച്ചത്. പിന്നീട് പരിക്കേറ്റ പോലീസുകാർ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഞങ്ങളുടെ ഈ വീട്ടിൽ മോഷണം നടന്നതായിട്ട് ഒരു പരാതിയായിട്ട് അപ്പോഴത്തേക്ക് ആ ഫോണും സ്വർണ്ണോടെ പോയെന്നായിരുന്നു പരാതി. അപ്പോൾ പെട്ടെന്ന് ഈ ഫോണിൻ്റെ ലൊക്കേഷൻ എടുത്ത് പല ഭാഗങ്ങളായിട്ട് തിരിഞ്ഞ് ഈ ലൊക്കേഷൻ വഴി പോയതാണ്. അതൊരു വീട്ടിൻ്റെ ലൊക്കേഷൻ കിട്ടി അടച്ചിട്ടൊരു വീട്. ആ ലൊക്കേഷനിൽ അപ്പോൾ ആരെയും കാണുന്നില്ല. തട്ടി വിളിച്ചപ്പോൾ എന്നാന്ന് കാണുന്നില്ല. ഇങ്ങനെ ഞങ്ങൾ പോലീസ് കൊണ്ടുവന്ന ഫോൺ ഇവിടെ ഉണ്ടെന്ന കാര്യം എടുക്കാൻ പറഞ്ഞു. അകത്തോട്ട് കൂടി ഞങ്ങൾ കുറേ കൂടെ കയറി ഇപ്പോൾ റൂം അടയ്ക്കാൻ ശ്രമിക്കാൻ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോഴിട്ട് നമ്മളോട്ട് പിന്നെ എങ്ങനെ പിടിച്ചു കീഴ്പ്പെടുത്തി അവർ സ്റ്റേഷനിൽ വിളിച്ചു. പ്രതിയായ ഗോകുൽ മയക്കുമരുന്നിന് അടിമയാണെന്ന് പോലീസ് പറഞ്ഞു. പോലീസുകാർക്ക് നേരെയുള്ള അക്രമം നടന്നത് കുണ്ടറ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലായതിനാൽ കുണ്ടറ SHO രാജേഷ് കൊട്ടിയം പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. പ്രതിയായ ഗോകുലിനെതിരെ കൊലപാതകത്തിന് പോലീസ് കേസെടുത്തു.